ഒരു കൈയിൽ ഖുർആനും മറുകൈയിൽ വാളുമായി ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു വന്ന മുഗള സാമ്രാജ്യത്വത്തിന്റെ വക്താക്കൾ എങ്ങനെയാണോ നമ്മുടെ ആരാധനാലയങ്ങളെ തകർത്തത്, എങ്ങനെയാണോ നമ്മുടെ മണ്ണിനെയും പെണ്ണിനെയും കീഴടക്കിയത്, മതപരമായ കേന്ദ്രങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയത്, അവരെങ്ങനെയാണോ ഇവിടെ അധിനിവേശം നടത്തിയത്, ഏതാണ്ട് അതിന് സമാനമായ മറ്റൊരു അധിനിവേശം ഇവിടെ നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മളെപ്പോലുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു കിരാതമായ നിയമമാണ്. ഇതൊരു കരി നിയമമാണ്. ജനിച്ച ഭൂമിയിൽ, പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം സദസ്സുകൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ നമ്മുടേതായിരുന്ന ഭൂമി, നമ്മുടെ അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും മുതുമുത്തശ്ശിമാരുമൊക്കെ ജനിച്ച ഭൂമി, പൈതൃക സ്വത്തായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൂമി, ആ ഭൂമിയുടെ മേലെ ചില ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിരാതമായ നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജനസമൂഹം പെടാപ്പെടുന്ന കാഴ്ച നാം കാണുകയാണ്. നമ്മുടെ ചില തലതിരിഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ, ചില ഭരണകൂടങ്ങൾ അവരുടെ സ്വാർത്ഥ താൽപര്യം മുൻനിർത്തി 4 വോട്ട് ലഭിക്കാൻ വേണ്ടി കിരാതമായൊരു നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇന്ത്യൻ നീതിന്യായ കോടതികൾക്കും മേലെ, ഇന്ത്യൻ സർക്കാരിനും അപ്പുറത്ത്, ഭരണഘടനയ്ക്കും മേലെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ കരി നിയമം എത്രയും വേഗം ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം യോഗങ്ങൾ നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ഭൂമിയുടെ ഒരു പ്രശ്നമാണ്. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, നമ്മുടെ ചരിത്ര സ്ഥലികൾ, നമ്മുടെ മതപരമായ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഇതിനെയെല്ലാം ബാധിക്കുന്ന ഒരു നിയമമാണ് ഇത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് തമിഴ്നാട്ടിൽ പ്രശ്നമാണ്, ഇത് കർണാടകത്തിൽ പ്രശ്നമാണ്, ഇത് ആന്ധ്രയിലും തെലുങ്കാനയിലും പ്രശ്നമാണ്, ഇത് മഹാരാഷ്ട്രയിൽ പ്രശ്നമാണ്, ഇത് യുപിയിലും ബീഹാറിലും ഡൽഹിയിലും, അങ്ങനെ ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും ഇതൊരു പ്രശ്നമാണ്.
കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഈ വഖഫ് എന്ന് പറയുന്ന കിരാത നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള 250-ൽ പരം ചരിത്ര സ്മാരകങ്ങൾ വഖഫ് ബോർഡിന്റേതാക്കി അവർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഭൂമി സ്ഥാപനങ്ങൾ വഖഫിന്റേതായി മാറുന്നു. പുതിയ പുതിയ അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വഖഫാണ്, സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫാണ്. അങ്ങനെ ഓരോ സ്ഥലത്തെയും പുതിയ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ സൂറത്ത് മുനിസിപ്പാലിറ്റി ഒന്നടങ്കം വഖഫിന്റെ സ്വത്താണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വഖഫ് ട്രിബ്യൂണലിന്റെ മുൻപിലാണ്. ഒരു മുനിസിപ്പാലിറ്റി മൊത്തം വഖഫിന്റേതായി മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ പോയാൽ 4500 ഏക്കർ ഭൂമി തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി, ആ തിരുച്ചെന്തൂർ ക്ഷേത്രം ഉൾപ്പെടെ വഖഫിന്റേതാണ് എന്നുള്ളതിന്റെ പേരിൽ കേസ് നടക്കുന്നു. അവിടെ ഒരു കർഷകനായിട്ടുള്ള ശ്രീ രാജഗോപാല് തന്റെ ഭൂമി ഒന്ന് വിൽക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തി. ആ ഭൂമി വിൽക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. തന്റെ ഭൂമി വഖഫിന്റെയാണ് പോലും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൂമി വിൽക്കാൻ സാധ്യമല്ല. അത് അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലായത് എന്താണ്? തന്റെ ഭൂമി മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1500-ൽ പരം വർഷത്തെ പഴക്കമുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭൂമി വഖഫിന്റേതാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഈശ്വരന്, ദൈവത്തിന് ദാനം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ, ഒരിക്കൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതാണ് നിയമം പറയുന്നത്. അത് പിന്നീട് മാറ്റാൻ സാധ്യമല്ല, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് 1956-ല് നവാബ് അൻവാർ ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഈ തിരുച്ചെന്തൂരിലെ ഭൂമിയൊക്കെ വഖഫ് കൊടുത്തത്ര. അമ്പലം ഉൾപ്പെടെ ഇന്ന് വഖഫിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. കാരണം വഖഫിന് കൊടുത്തിരിക്കുന്നു, ദാനം കൊടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടക്കുകയാണ്. മുനമ്പത്തെ വിഷയം നമ്മുടെ മുൻപിലുണ്ട് കേരളത്തിൽ. പക്ഷെ മുനമ്പത്തിനപ്പുറത്തെ ചെറായിയിലേക്കും, ചെറായിൽ നിന്ന് കൊടുങ്ങല്ലൂര് വഴി ഇങ്ങോട്ട് വന്നാൽ ചാവക്കാട്ടിലേക്കും, ചാവക്കാട്ട് നിന്ന് നാം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂരിലെ പള്ളിപ്പറമ്പിലേക്കും, അവിടെ നിന്ന് മലയോര മേഖലയിൽ പോയാൽ വയനാട്ടിലെ പലപ്പുഴയിലേക്കും, അവിടെ നിന്ന് വീണ്ടും ഉത്തര കേരളത്തിലേക്ക് പോയാൽ കാസർഗോഡ് ബദിയടുക്കയിലേക്കും, അങ്ങനെ കേരളത്തിന്റെ പല പല പ്രദേശങ്ങളിലേക്ക് ഈ വഖഫ് ഭൂമി, ഈ നിയമം, ഈ കിരാത നിയമത്തിന്റെ ചുവട് പിടിച്ച് അതങ്ങനെ പടർന്ന് പന്തലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടകര റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ചായക്കച്ചവടം നടത്തുന്ന ഒരു ഹിന്ദു, അദ്ദേഹത്തിന് വഖഫ് നോട്ടീസ് കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഇത് എന്റെ അച്ഛൻ വാങ്ങിയ ഭൂമിയാണ്. അച്ഛൻ വാങ്ങിയത് ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ്. പേരദ്ദേഹം പറയുന്നുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന്. പക്ഷേ അതിന്റെ കീഴാധാരം വെച്ച് ആധാരം രജിസ്റ്റർ ആക്കി പണം കൊടുത്ത്
വാങ്ങിയ ഭൂമി, കാലങ്ങളായി ഞാൻ അനുഭവിച്ചു വരുന്ന ഭൂമി, അതിന്റെ കരം ഈ നിമിഷം വരെ അടച്ചിട്ടുണ്ട്. ഹോട്ടലൊക്കെ നടത്താൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ടാക്സ് അടച്ചിട്ടുണ്ട്. ഒരു പണവും ഞാൻ ഗവൺമെന്റിലേക്ക് ഇനി കൊടുക്കാനില്ല. എല്ലാ പേപ്പറുകളും എന്റെ കയ്യിൽ ക്ലിയർ ആണ്. പക്ഷെ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് താങ്കൾ ഒഴിഞ്ഞു പോകണം. ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞു ഈ മണ്ണിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഭിമാനമുള്ള ഒരു മനുഷ്യൻ. തളിപ്പറമ്പ് ടൗണിൽ രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം 600 ഏക്കർ ഭൂമി വഖഫിന്റെയാണ് പോലും. ഈ 600 ഏക്കർ ഭൂമി വഖഫിന്റെയാണ് എന്നുള്ള വിവരം അറിഞ്ഞ് അവിടെ കുറെ ഭൂമിയുള്ള ഒരു മനുഷ്യൻ, ഒരു പഴയ പട്ടാളക്കാരൻ, ഡോക്ടർ, അദ്ദേഹം ഈ 2 ആഴ്ചകൾക്ക് മുമ്പേ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. അതായത് തന്റെ ഭൂമി നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ച്. മുനമ്പത്തെ സമരം നടത്തുന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയ കെ പി ശശികല ടീച്ചറിന്റെ വേദിയിലേക്ക് കടന്നു ചെന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നൊരു മനുഷ്യൻ പെരിഞ്ഞനം ഭാഗത്തു നിന്ന് ടീച്ചർക്കൊരു നിവേദനം കൊടുത്തു. ടീച്ചറെ, എനിക്ക് വഖഫിന്റെ നോട്ടീസ് കിട്ടിയിരിക്കുന്നു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, എന്റെ ഭൂമി വഖഫിന്റേതാണെന്ന് പറയുന്നു. ആ മനുഷ്യൻ ടീച്ചർക്ക് നിവേദനം കൊടുത്ത് ആ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ആ മനുഷ്യൻ മരിച്ച്. അങ്ങനെ സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്നതിൽ മനം നൊന്തുള്ള മരണങ്ങൾ കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമം ഉണ്ടാക്കിയവരെ സമ്മതിക്കണം കേട്ടോ. വലിയ വിവരമുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ച നിയമമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു തലതിരിഞ്ഞ ഒരു കാടൻ നിയമം ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നത്. കാരണം ഇതൊരു ഭൂമിയുടെ പ്രശ്നമാണ്. ഹിന്ദു ഐക്യവേദി ആരംഭിച്ച കാലം മുതൽ കേരളത്തിലെ എല്ലാ ഭൂസമരങ്ങളും നടക്കുന്നിടത്ത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു സാന്നിധ്യമുണ്ട്. പട്ടികജാതി സമൂഹത്തിന്റെ, പട്ടികവർഗ വിഭാഗത്തിന്റെ, പിന്നാക്ക വിഭാഗത്തിന്റെ ഭൂമിയുടെ പ്രശ്നങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഇടപെടുന്നുണ്ട്. അരീപ്പയിലെ ഭൂസമരത്തിൽ അതിശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി ഭൂവിഷയങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മുനമ്പം പോലെയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ളത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലര് ചിന്തിച്ചേക്കാം, ഹിന്ദു ഐക്യവേദിക്ക് ഇതിൽ എന്താണ് കാര്യം? ആദ്യമേ നമുക്ക് പറയാനുള്ളത്, ഈ ജനജാഗരണ സദസ്സ് ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മതപരമായ ഒരു വിഷയമല്ല. മതപരമായ വിഷയത്തിനും അപ്പുറം ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്, മനുഷ്യന്റെ പ്രശ്നമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1954 ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്. 1995 പിന്നീട് നരസിംഹറാവു സർക്കാരും 2013 ശേഷം മൻമോഹൻ സിംഗ് സർക്കാരും
അതായത് 3 കോൺഗ്രസിന്റെ സർക്കാരുകൾ, ഒരു സർക്കാർ നിയമം കൊണ്ടുവന്നു, ബാക്കി 2 സർക്കാരുകൾ ആ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തി. ആ ഭേദഗതികൾ വരുത്തിയതോടുകൂടിയാണ് ഈ നിയമം ഇത്രയും കാഠിന്യമുള്ള നിയമമായി മാറിയത്. 1913 ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത്, അതായത് 19-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വഖഫിന്റെ പ്രശ്നം വന്നു. 13-ൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് ആ പ്രശ്നം വന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ ഇതിന്റെ അപകടം മനസ്സിലാക്കുകയും ഇതിനെതിരായി ചില നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ലണ്ടൻ പ്രിവ്യൂ കൗൺസിലിൽ ഒരു കേസ് കൊടുത്തു. ലണ്ടനില് ആ കേസിനെ സംബന്ധിച്ച് പല വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം 4 ന്യായാധിപന്മാർ ഒരുമിച്ച് ആ കേസിനെ സംബന്ധിച്ച് ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിയിൽ അവർ പറഞ്ഞത് വളരെ മോശവും ദോഷകരവുമായ ശാശ്വതത്വം എന്നാണ്. അതായത് ഈ വഖഫ് വളരെ മോശകരമാണ്, വളരെ ദോഷകരമാണ്, പക്ഷേ ഇത് ശാശ്വതത്വമാണ്. അതുകൊണ്ട് ഈ വഖഫ് നിയമം റദ്ദു ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ 4 ന്യായാധിപന്മാർ ഒരുമിച്ച് ചേർന്ന് ആ വഖഫ് നിയമം റദ്ദു ചെയ്തതായിട്ട് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഭാരതത്തിന് അത് അംഗീകരിക്കപ്പെട്ടില്ല. അന്ന് ഭാരതം സ്വതന്ത്രമായിട്ടില്ലല്ലോ. 1913 മുസൽമാൻ വഖഫ് സാധൂകരണം നിയമത്തിന്റെ പരിരക്ഷ ഇന്ത്യയിലെ വഖഫ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് അവർക്കൊരു പരിരക്ഷ കിട്ടി. അവരുടെ വഖഫ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് ഒരു പരിശ്രമവും ഉണ്ടായില്ല. അത് കുറെ കാലം അങ്ങനെ കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 54-ൽ ജവഹർലാൽ നെഹ്റു ഈ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്. നാം മുനമ്പത്തേക്ക് വന്നാൽ മുനമ്പത്ത് 610 കുടുംബങ്ങൾ ഇന്ന് വഴിയാധാരമാണ്. അതിൽ 400-ൽ പരം കുടുംബങ്ങളും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ബഹുഭൂരിപക്ഷം പേരും കടലിൽ പോയി മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. കുറച്ച് ഹിന്ദു കുടുംബങ്ങളും വളരെ വിരലെണ്ണാവുന്ന മുസ്ലിം കുടുംബങ്ങളുമാണ് അവിടെയുള്ളത്. ഈ കുടുംബങ്ങളെല്ലാവരും ഇന്ന് വഴിയാധാരമാക്കപ്പെട്ടിരിക്കുന്നു, അവർ അന്യാധീനപ്പെട്ടിരിക്കുന്നു. 1902-ൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുമൊക്കെ അപ്പുറം ഗുജറാത്തിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി വന്ന അബ്ദുൾ സത്താർ സേഠ് എന്ന് പറയുന്ന വ്യക്തിക്ക്, വ്യാപാരിക്ക്, തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് ഈ മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത്. കാലം മുന്നോട്ട് പോയപ്പോൾ അബ്ദുൾ സത്താർ സേഠിന്റെ കയ്യിൽ നിന്ന് അടുത്ത അവകാശിയായ സിദ്ദിഖ് സേഠിന്റെ കൈവശം ഈ ഭൂമി വന്നു ചേർന്നു. സിദ്ദിഖ് സേഠിന്റെ കൈവശം വന്നതിന് ശേഷം 47-ൽ ഭാരതം സ്വതന്ത്രമായി. 1950-ൽ ഈ സിദ്ദിഖ് സേഠ് അതിൽ 404 ഏക്കർ ഭൂമി കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് കൊടുത്തു. ഫാറൂഖ് കോളേജിന് കൊടുത്തു, അത് വഖഫിന് കൊടുത്തു. പിന്നീട് ഈ ഫാറൂഖ് കോളേജും മുനമ്പത്തുകാരും തമ്മിൽ കുറെ കാലം നിരവധി കോടതി വ്യവഹാരങ്ങൾ നടക്കുകയുണ്ടായി. ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ഭൂമി കൊടുക്കുന്ന സമയത്ത് അവിടെ കുടികിടപ്പുകാരുണ്ട്, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് കുടികിടപ്പ് അവകാശമായി കിട്ടിയ ഭൂമി കൂടിയാണ്. ഈ കോടതി വ്യവഹാരങ്ങളുടെ ഒടുവിൽ
അവസാനം വിധി വന്നത് ഈ ഫാറൂഖ് കോളേജിന് അനുകൂലമായ വിധിയായിരുന്നു. അതായത് ഈ ഭൂമി കോളേജിന്റേതാണ്. കോളേജുകാര് മുനമ്പത്തേക്ക് വരികയോ തിരിഞ്ഞു നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഫാറൂഖ് കോളേജ് അവിടെ കിടക്കുന്നു, മുനമ്പ് അവിടെ കിടക്കുന്നു, അങ്ങനെ കുറെ കാലം അതങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. വഖഫ് ബോർഡ് പോലെ വഖഫ് സംരക്ഷണ സമിതിയുണ്ട്. അവരൊക്കെ കേസിന് പോയ സമയത്താണ് കോടതിയുടെ വിധി ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ മുനമ്പത്തുകാർ എന്ത് തീരുമാനിച്ചു? ഇത് തങ്ങളുടെ ഭൂമിയാണ്, തങ്ങളുടെ അച്ഛന്റെ ഭൂമിയാണ്. അതുകൊണ്ട് ആ ഭൂമി വില കൊടുത്തു വാങ്ങാൻ അവർ തീരുമാനിച്ചു. അതായത് അവർക്ക് അവകാശമുള്ള ഭൂമി തന്നെ വില കൊടുത്ത് അവർ വീണ്ടും വാങ്ങുകയാണ്. ഏതാണ്ട് 33 ലക്ഷം രൂപയാണ് അന്നത്തെ കണക്ക് പറയുന്നത്. അങ്ങനെ 33 ലക്ഷം രൂപ കൊടുത്ത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആ ഭൂമി വിലയ്ക്ക് വാങ്ങി. സ്വാഭാവികമായും വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കണമല്ലോ. പക്ഷേ പിന്നീട് വീണ്ടും കാലം മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തിങ്ങനെ ഭൂമിയുണ്ടെന്നും അത് വഖഫ് സ്വത്താണെന്നും അത് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് ജസ്റ്റിസ് നിസാർ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം. വേണ്ടത്ര പഠനമൊന്നും നടത്താതെ സമർപ്പിച്ച റിപ്പോർട്ടിൽ 2010 ആ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചത് ഈ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ്, മുനമ്പത്തുകാർക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെ ആ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തു. അപ്പൊ നാം ചിന്തിച്ചു നോക്കുക, കുടികിടപ്പ് അവകാശം കിട്ടിയ ഭൂമി, ജീവിക്കാൻ വേണ്ടി പണം കൊടുത്ത് വീണ്ടും വാങ്ങിയ ഭൂമി, ആ ഭൂമിയിൽ അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം 2010 ശേഷമാണ് ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് മുനമ്പം എത്തിപ്പെട്ടത്. ഭൂമിയിൽ ഒരു അവകാശവും അവർക്കില്ല. അവർക്ക് കരമടയ്ക്കാൻ നിവൃത്തിയില്ല. അവർക്ക് ഭൂമി വിൽക്കാൻ സാധ്യമല്ല. സ്വന്തം മകളുടെ വിവാഹം വന്നാൽ ഒരു തുണ്ട് ഭൂമി ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. ബാങ്കിൽ പോയാൽ ലോൺ കിട്ടത്തില്ല. ചില ബാങ്കുകാർ പറയും, നിങ്ങൾ വഖഫ് ട്രിബ്യൂണലിന്റെ മുൻപിൽ പോയി ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC വാങ്ങിക്കൊണ്ടുവരൂ. അതായത് ലോൺ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കണം. ആലോചിച്ച് നോക്കൂ. അതായത് നമ്മുടെ ഭൂമി, നാം ജനിച്ച ഭൂമി, നാം പണം കൊടുത്തു വാങ്ങിയ ഭൂമി, അവിടെ എന്തെങ്കിലും ക്രയവിക്രയം നടത്തണമെങ്കിൽ താടി വച്ചവന്റെയും തൊപ്പിയിട്ടവന്റെയും മുന്നിൽ പോയി ഓച്ചാലിച്ച് കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിലേക്ക് ഒരു ജനസമൂഹം വന്നു ചേർന്നു എങ്കിൽ ആ ജനസമൂഹത്തെ അങ്ങനെ എത്തിച്ച ആളുകൾ ആര്? അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അവർക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. വഖഫിന്റെ ഭൂമി എന്തു വന്നാലും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ആളാണ് കേരളത്തിലെ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിന് പറയുന്ന പേര് വഖഫ് മന്ത്രി എന്നാണ്. ഇപ്പൊ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വിഭാഗമേ ഉള്ളൂ. നമ്മളൊക്കെ നേരത്തെ വിചാരിച്ചിരുന്ന കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ ഉണ്ടെന്നാണ്. പക്ഷെ ഒരു വിഭാഗത്തെ അവർ ഒഴിവാക്കി. കുറെ കാലമായിട്ട് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ വഖഫ് മന്ത്രി അത് പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവായ KPA മജീദ് കേരള നിയമസഭയിൽ സബ്മിഷനിലൂടെ വഖഫിന്റെ ഭൂമികൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു, സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ വഖഫിന്റെ മന്ത്രി പറഞ്ഞത് എല്ലാ വഖഫ് സ്വത്തുക്കളും സംരക്ഷിക്കും എന്ന്. കണ്ണൂരിൽ പോയപ്പോൾ
INL സംഘടിപ്പിച്ച വഖഫ് സ്വത്ത് സംരക്ഷണ സമ്മേളനം അവിടെ ഉദ്ഘാടനം ചെയ്തത് MV ജയരാജനാണ്. കരുനാഗപ്പള്ളിയിൽ പോയാൽ അവിടെ SDPI സംഘടിപ്പിക്കുന്ന വഖഫ് സ്വത്ത് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മഹേഷ് MLA ആണ്. അവിടെ LDF, ഇവിടെ UDF. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ് പാലക്കാട് ടൗണിലൂടെ നെഞ്ചുവിരിച്ച് പ്രകടനം നടത്തിയ SDPIക്ക് UDF കൊടുത്ത പ്രത്യുപകാരമാണ് അവരുടെ MLA പോയി വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, MV ജയരാജൻ ഇതുവരെ മുനമ്പത്തേക്ക് പോയിട്ടുണ്ടോ? ഈ മഹേഷ് MLA മുനമ്പത്തേക്ക് പോയിട്ടുണ്ടോ? ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ, ഭാരതീയ ജനതാ പാർട്ടി ഒഴികെ, VD സതീശൻ ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട്, തൊട്ടിപ്പുറത്ത് പറവൂരുകാരനായത് കൊണ്ടല്ലാതെ വേറെ ഏത് നേതാക്കന്മാരാണ് മുനമ്പത്തേക്ക് കടന്നു ചെന്നിട്ടുള്ളത്? അവിടുത്തെ MLAക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ ധൈര്യമുണ്ടോ? ഇടതുപക്ഷ MLA ആണ്. അവരെന്താ പറയുന്നത്? ദിപ്പ ശരിയാക്കാം. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, വെള്ളാനകളുടെ നാട്. മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതിൽ കുതിരാട്ടം പപ്പു ഒരു വലിയ മറ്റേ റോളറുമായിട്ട് താമരശ്ശേരി ചുരം ഇറങ്ങുന്ന ഒരു രംഗത്ത് പറയുന്നുണ്ടല്ലോ, ദീപ്പ ശരിയാക്കാം, ദീപ്പ ശരിയാക്കി തരാം. നാം ചോദിക്കുന്നത്, മുനമ്പത്തെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട് 60 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരവിടെ സമരമിരിക്കുകയാണ്. ഈ ദിപ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ആളുകൾ എന്താ ശരിയാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാത്തത്? എന്താണ് സമസ്തയുടെ കാഴ്ചപ്പാട്? എന്താണ് മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട്? എന്താണ് കാന്തപുരത്തിന്റെ കാഴ്ചപ്പാട്? കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും കൂടെ മുനമ്പത്തെ ആളുകളെ കാണാൻ പോയില്ലേ? സമരം നടത്തുന്ന ആളുകളുമായി നിങ്ങൾ ചർച്ച നടത്തിയില്ലേ? നിങ്ങൾ ചായ കുടിച്ച് പിരിഞ്ഞില്ലേ? നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തത്? പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാൻ. അതിന് കുഞ്ഞാലിക്കുട്ടി എങ്ങനെ പ്രശ്നം പരിഹരിക്കും? തങ്ങൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കും? അങ്ങനെ ഈ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒന്ന് വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ വഖഫ് എന്ന് പറയുന്ന കിരാത നിയമത്തെ അറബിക്കടലിൽ വലിച്ചെറിയണം. അതിന്റെ പകരം നിയമം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു. ആ നിയമം പാസ്സാവാതെ ആർക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം നിയമത്തിന്റെ പരിരക്ഷ കിടക്കുന്നത് അവിടെയാണ്. ഇത് മനസ്സിലാക്കിയ ആളുകൾ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കേട്ടിട്ട് ചിരി വന്നിട്ട് വയ്യ. വർഗീയ ശക്തികൾ ഇടപെടും, അതുകൊണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണം. അത്ര പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല. വർഗീയ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാവുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ. ആരാ ഈ വർഗീയ ശക്തികൾ? വർഗീയ ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഫാസിസ്റ്റുകള്, മൂരാച്ചികള്, വർഗീയവാദികള്, ഈ നാടിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവര്, ഹിന്ദു ഐക്യവേദി, സംഘപരിവാർ, BJP, അങ്ങനെയുള്ള വർഗീയ ശക്തികൾ ഇടപെടരുത്. അവർക്ക് നേട്ടമുണ്ടാവരുത്. അതുകൊണ്ട് എത്ര വേഗം പ്രശ്നം പരിഹരിക്കണം പോലും. നിങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നു. എന്താ നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? അപ്പൊ ഇവിടെ രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പാണ്. ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത്? ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ പറയുകയുണ്ടായി, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഈ നിയമം കരിനിയമമാണ്, ചിന്താരഹിതമായ നടപടിയാണ് ഈ നിയമത്തിൽ കാണുന്നത്. പറഞ്ഞില്ലേ അദ്ദേഹം? PC ജോർജിന്റെ മകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പല പ്രസംഗങ്ങളിലും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് അൽമതേതരത്വമാണ്.
മതേതരത്വം എന്ന് പറയുമ്പോൾ അൽ മതേതരത്വമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. KCBC-യുടെ സമാരാധ്യനായ അധ്യക്ഷൻ മാർ ക്ലിമ്മീസ് തിരുമേനി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന പ്രമേയമാണ് നിങ്ങൾ പാസാക്കേണ്ടത്. കാരണം ഇവിടെ പ്രമേയം പാസാക്കിയല്ലോ. ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ലെന്ന് പറയുന്ന പ്രമേയം നിങ്ങൾ പാസാക്കണം. സാമൂഹ്യ നിരീക്ഷകനായ AP അഹമ്മദ് മാഷ് പറഞ്ഞു, ഇത് മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം കൂടിയാണ്. അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, അവര് വിഷമിക്കുന്നു. ഞാൻ വയനാട് ചെന്ന സമയത്ത് വയനാട്ടിലെ ബത്തേരി, അതേപോലെ മാനന്തവാടി, അതേപോലെ വൈപ്പിലി 3 റവന്യൂ താലൂക്കുകളാണ് വയനാട് ജില്ലയിലുള്ളത്. ആ 3 റവന്യൂ താലൂക്കുകളിലായി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ മുഴുവൻ ഡാറ്റാസ് അവരെനിക്ക് എടുത്ത് തരികയുണ്ടായി. എന്റെ കോപ്പി എടുത്ത് പരിശോധിക്കൽ കുറച്ച് സമയം വേണം, കാരണം അത് കുറേ ഉണ്ട്. ഞാനതൊന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും 95% മുസ്ലിം വിഭാഗത്തിന്റെ. അതില് പള്ളികളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, അവരുടെ മറ്റ് സ്വത്തുക്കളുണ്ട്. അത് പിന്നെ പോട്ടെ, സ്വാഭാവികമായിട്ടും വഖഫിന്റെ കീഴിലായാലും കുഴപ്പമൊന്നുമില്ല, മദ്രസകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ഭൂമി, അവർ ജനിച്ച ഭൂമി, അതൊക്കെ വഖഫിന്റെ കൈവശം ഇരിക്കുകയാണ്. മൊത്തം വഖഫിനെ കുറിച്ച് പറയുന്നത് 69,000-ൽ പരം കേസുകൾ വഖഫുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്നു. അതിൽ 10,000-ഓളം കേസുകൾ മുസ്ലിം ജനസാമാന്യത്തിന്റെ കേസാണ്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കേസാണ്. അതുകൊണ്ടാണ് KCBC-യുടെ അധ്യക്ഷൻ പറഞ്ഞത്, അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ലെന്ന് പറയുന്ന പ്രമേയം നിങ്ങൾ പാസാക്കണം. സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് സമാരാധ്യനായ മാർ റാഫേൽ തട്ടിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മന്ത്രി പറഞ്ഞതിന്റെ പേരിൽ വസ്ത്രമൂരി മാറ്റാനോ, അതായത് ഈ ലോഹം ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ലെന്നാണ്. മന്ത്രി പറഞ്ഞതിന്റെ പേരിൽ ലോഹ മാറ്റാനോ ആശയം മാറാനോ പോകുന്നില്ല. ഞങ്ങൾ ഖദർ ധരിക്കാനോ ചോപ്പ് ധരിക്കാനോ പോകുന്നില്ല. ഒരു പടി കൂടെ കടത്തി അദ്ദേഹം പറഞ്ഞു, പരിചിതമായ ചിഹ്നങ്ങളിൽ മാത്രം വോട്ടുകുത്തുക എന്നുള്ള ആ പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളൂ എന്നുകൂടെ പറഞ്ഞു. അതായത് കുറെ കാലമായി ഏതോ ഒരു പരിചിതമായ ചിഹ്നത്തിൽ സ്ഥിരമായി കുഞ്ഞാടുകൾ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇനി അങ്ങനെ കുത്തേണ്ടതില്ല എന്ന് ഒരു പിതാവിന് പറയേണ്ടി വന്നു എങ്കിൽ അവരെ പോലുള്ള ആളുകളെ ആ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ് ഇവിടെ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ തന്നെ മറ്റൊരു പുരോഹിതൻ ഫാദർ ജോഷി മയ്യനാട്ടിൽ, അദ്ദേഹം കുറച്ചും കൂടെ കടത്തി പറയുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടനയാണ്, വർഗീയ പ്രസ്ഥാനമാണ്. ഈ വഖഫ് നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ISIS-ന് വേണ്ടിയാണെന്ന് കടത്തി പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു വന്നത്, ഈ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യമാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അത് കണ്ടിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ടാവും. അതിൽ അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു നിയമം കൊണ്ട് ചില ആളുകൾ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. 1950-കളിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടനയിൽ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വാക്കില്ല, ഒരു നിയമമില്ല. അംബേദ്കറുടെ മനസ്സിൽ ചിന്തിക്കാത്ത, ഭരണഘടനാ ശില്പികൾ സ്വപ്നത്തിൽ കാണാത്ത ഒരു നിയമത്തെയാണ് 54-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത്. ഭരണഘടനയ്ക്കും മേലെ
റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും മേലെ, ഇന്ത്യൻ കോടതികൾക്കും അപ്പുറത്ത് ഇങ്ങനൊരു നിയമമുണ്ട്. ഈ നിയമം മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലിന് എതിരായിട്ടാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ഈ തലസ്ഥാന നഗരിയില് ഒരുമിച്ച് കൂടുന്ന കുറെ, എന്താ അവരെ പറയാന്നറിയില്ല, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളെയും പ്രതിനിധീകരിച്ച് അവരിവിടെ വന്ന് കൂടുമല്ലോ ഈ തിരുവനന്തപുരത്ത് നിയമസഭയിൽ. ഈ നിയമസഭയിൽ ഒരുമിച്ച് വന്ന 140 പേര് 280 കൈകൾ ഉയർത്തി അവരൊരു പ്രമേയം പാസാക്കി. എന്താ പ്രമേയം? 10 മിനിറ്റ് എടുത്തില്ല. 10 മിനിറ്റ് എടുക്കാതെ ഒരു പ്രമേയം അങ്ങ് ഈ പഹയന്മാര് പാസാക്കി. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമം ഒരു കാരണവശാലും അത് നിയമമാക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം. മനസ്സിലായില്ലേ? ഇത് കൊണ്ടുവരാൻ പാടില്ല. ഇവര് ഈ നിയമം പഠിച്ചിട്ടാണോ ഇത് പറയുന്നത്? പിന്നെ കേരളത്തിന്റെ നിയമസഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. മിണ്ടിയാൽ അപ്പ പ്രമേയം പാസാക്കും. അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം പ്രമേയം ഉണ്ടാക്കുക, പ്രമേയം പാസാക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊരു പുതിയ കാര്യമല്ല. മനസ്സിലായല്ലോ? കാരണം അവര് ധാരാളം പ്രമേയങ്ങൾ ഇങ്ങനെ പാസാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെങ്ങാണ്ട് ഒരു കാലത്ത് ആരോ ശൂലത്തിൽ തറച്ചൂന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുജറാത്തിന് എതിരായി ഒരു പ്രമേയം കേരളത്തിൽ പാസാക്കി. കൊല്ലത്തെ മറ്റൊരു പഹയൻ, ഒരു ഭീകരവാദി, ഒരു മഹാത്മാവ് എന്നുള്ള വാക്ക് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉപയോഗിച്ചതാണ് കേട്ടോ. മഹാത്മാ ഗാന്ധി സമം അബ്ദുൾ നാസർ മദനി എന്ന് EMSന്റെ വാക്കാണ്. EMS ജീവിച്ചിരുന്നപ്പോ പറഞ്ഞതാണ്. മദനിയെ മഹാത്മാ ഗാന്ധിയോട് ഉപമിച്ച മറ്റൊരു മഹാനാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ തെക്കുഭാഗത്ത് 6 ജില്ലകളിൽ വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട ഈ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ കലാപത്തിന് നേതൃത്വം കൊടുത്ത, കളമശ്ശേരിയിൽ ബസ് കത്തിച്ച, കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം നടത്തിയ, ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്തിയ, അതിന്റെ പേരിൽ നിരവധി കാലം ജയിലിൽ കിടന്ന, കാശ്മീരിലേക്ക് ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ ഇവിടുത്തെ യുവാക്കളെ പ്രേരിപ്പിച്ച, യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് കാശ്മീരിലേക്ക് അയച്ച, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ആ വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ 140 ആളുകൾ ഇവിടെ നേരത്തെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അത്ഭുതമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതി, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഖുർദുകളെ കൊന്നൊടുക്കിയ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെ അമേരിക്ക തൂക്കിലേറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ കേരളത്തിന്റെ നിയമസഭ മലയാളത്തിൽ പ്രമേയം പാസാക്കി ജോർജ് ബുഷിന് അയച്ചു കൊടുത്തു. മലയാളത്തിൽ ബുഷ് നോക്കി കൊള്ളാം. ബുഷിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കിക്കൊന്നു സദ്ദാം ഹുസൈൻ. ആ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ എങ്ങുമില്ല കേട്ടോ, കേരളത്തിൽ ഈ 140 ഷണ്ടന്മാര് അവര് ആ പ്രമേയം പാസാക്കിയവര്, എന്നിട്ട് ഈ 140 ഷണ്ടന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെ ഹർത്താൽ. LDF ഹർത്താല്, UDF ഹർത്താല്, UDF ഹർത്താല്, LDF ഹർത്താല്. എവിടെയോ കിടന്ന് മരിച്ച അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ട ആൾക്ക് വേണ്ടി ഹർത്താൽ നടത്തിയ ആളുകളാണ് ഈ കേരളത്തിന്റെ ആളുകള്, ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. ഇങ്ങനെ എത്ര പ്രമേയങ്ങൾ നിങ്ങൾ പാസാക്കി? ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഈ പ്രമേയം മുഴുവൻ പാസാക്കിയ നിങ്ങളോട് നാം ചോദിക്കുന്നത്, KCBCയുടെ പരമാചാര്യനായ അധ്യക്ഷൻ ചോദിച്ചത്,
ഈ നിയമം പാസാക്കാൻ പാടില്ലെന്നുള്ള പ്രമേയമല്ല നിങ്ങൾ പാസാക്കേണ്ടത്. പാവപ്പെട്ട മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്ന പ്രമേയമാണ് നിങ്ങൾ പാസാക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നാം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, തൊട്ടപ്പുറത്തെ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹം അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുന്നു. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ എന്നും ഭാരതമെന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഇവിടെ ഉടലെടുത്തപ്പോൾ ആ പാകിസ്ഥാന്റെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശം 1971 പിന്നീട് ബംഗ്ലാദേശായി രൂപാന്തരപ്പെട്ടു. ആ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുവാൻ ഇന്ത്യൻ പട്ടാളം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് നമ്മുടെയാണ്. ബംഗ്ലാദേശ് നമ്മുടെ സഹോദരന്മാരാണ്. ബംഗ്ലാദേശ് സാക്ഷാൽ ധാക്കേശ്വരിയുടെ നാടാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ സനാതന ധർമ്മം അതിൽ അധിഷ്ഠിതമാണ് ബംഗ്ലാദേശ്. അവിടെയാണ് രാമനവമിയുള്ളത്, അവിടെയാണ് ഗംഗ ഒഴുകുന്നത്, അവിടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്, അവിടെയാണ് മേഘ്ന നദി ഒഴുകുന്നത്, അവിടെയാണ് ബുദ്ധപൂർണിമ നടക്കുന്നത്, അവിടെയാണ് കാളി പൂജയും ദുർഗാ പൂജയും എല്ലാം ഉള്ളത്. നമ്മുടെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് ആ ബംഗ്ലാദേശ്. 47-ൽ 30% ഉണ്ടായിരുന്ന അവിടുത്തെ ന്യൂനപക്ഷം, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, ആ ന്യൂനപക്ഷം 71-ൽ വന്നപ്പോൾ അതിൽ നിന്ന് 14% കുറഞ്ഞ് കേവലം 16% മാറി. 2022-ൽ വന്നിട്ടുള്ള സെൻസസ് അനുസരിച്ച് അത് കേവലം 8% ചുരുങ്ങിപ്പോയിരിക്കുന്നു. 8%. ദിവസം ചെല്ലുന്തോറും അവിടുത്തെ സംഖ്യ കുറഞ്ഞു വരികയാണ് ന്യൂനപക്ഷത്തിന്റെ. ബംഗ്ലാദേശ് ഒരു ജനാധിപത്യ രാജ്യമാണ്, മതാധിപത്യ രാജ്യമല്ല. ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. രാജ്യം വിട്ടവർ ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഭാരതം എന്ന് പറയുന്നത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നവരുടെ നാടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ ജീവിച്ച ലജ്ജ എന്ന് പറയുന്ന നോവൽ എഴുതിയ സാഹിത്യകാരി തസ്ലിമ നസ്രീന് തന്റെ സ്വന്തം കഴുത്ത് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിലേക്ക് വരേണ്ടി വന്നു. അവർ ഇന്ന് ഭാരതത്തിലാണ് ജീവിക്കുന്നത്. നാം അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. ചൈനയുടെ ഭീഷണിക്ക് മുമ്പിൽ ടിബറ്റിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ അങ്ങ് ഹിമാചൽ പ്രദേശിലെ ധർമ്മസ്ഥലയിൽ ഇരുന്നു കൊണ്ട് ടിബറ്റ് ഭരിക്കുകയാണ്. ആ ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത നാടാണ് ഭാരതം. അങ്ങനെ എപ്പോഴോ ആളുകൾക്ക് അഭയം കൊടുത്ത മണ്ണാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. ആ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ദീനരോധനം കണ്ട് ഒരു മനുഷ്യൻ, ഒരു ബ്രഹ്മചാരി, ഒരു യുവ ബ്രഹ്മചാരി, ഒരു സന്യാസി, ഒരു കാവിയുടുത്ത വ്യക്തി 1893-ൽ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിലേക്ക് കടന്നു ചെന്ന് 7000-ഓളം വരുന്ന പണ്ഡിത ജനസദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഭാരതീയ ദർശനത്തെക്കുറിച്ച്, ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് ലോകവേദികളിൽ പ്രതിപാദിച്ച് എങ്ങനെയാണ് ലോകത്തിന്റെ മനസ്സ് സ്വാമി വിവേകാനന്ദൻ കീഴടക്കിയത്. ആ സ്വാമി വിവേകാനന്ദന്റെ ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും കരുണയുടെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കേവലം സ്വാമി വിവേകാനന്ദന്റെ മാത്രം പ്രായം 39 വയസ്സുള്ള ഒരു യുവ ബ്രഹ്മചാരി, ഒരു ചെറുപ്പക്കാരൻ ആ ബംഗ്ലാദേശിലെ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ തന്റെ വാഗ്ധോരണിയിലൂടെ ആയിരങ്ങളെ അദ്ദേഹം അഭിമുഖീകരിച്ചപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിന് മനസ്സിലായി, അവിടുത്തെ പാവ സർക്കാർ മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിന് മനസ്സിലായി, ഞങ്ങൾക്ക് രക്ഷയില്ല. സ്വാമിയുടെ പ്രസംഗം കേൾക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല,
ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധരുണ്ട്, ജൈനരുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് സ്വാമിജിക്ക്. ഈ സ്വാമിജി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ബംഗ്ലാദേശിന്റെ ദേശീയ പതാക കപ്പിച്ചു എന്നുള്ള തെറ്റായ കുറ്റം ചുമത്തി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. കേസ് വാദിക്കാൻ പോയ വക്കീലിന്റെ സ്ഥിതി വളരെ കഷ്ടത്തിലായി. അദ്ദേഹത്തെ ഏതാണ്ട് ശരിപ്പെടുത്തി. അതുകൊണ്ട് ബംഗ്ലാദേശിൽ സ്വാമിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഇന്ന് ആരുമില്ല. കാരണം ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. സ്വാമിജിക്ക് ആഹാരം കൊണ്ടു കൊടുക്കാൻ പോയ മറ്റൊരു യുവസന്യാസിയെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നു. സ്വാമിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് ജനുവരി മാസത്തിലേക്ക് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വാമി എന്ത് തെറ്റ് ചെയ്തു? സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സൗമ്യതയുടെ ഒക്കെ മുഖമാണ്, പ്രതീകമാണ് ഈ ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം. ശ്രീകൃഷ്ണ സന്ദേശം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് അത്. അവർ അക്രമത്തിന്റെ മാർഗം പിന്തുടരുന്ന ആളുകളെ അല്ല. ഞാൻ കണ്ടിട്ടില്ലേ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെ നമ്മുടെ നാട്ടിലൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുന്നത് കാണാമല്ലോ. ഗോക്കളുമൊക്കെയായി, വലിയ രഥമൊക്കെയായി, ഭജനയൊക്കെ പാടി, ഗീത ആലപിച്ചു കൊണ്ട് പോകുന്നത്. അവരെവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ബംഗ്ലാദേശില് ആ ബംഗ്ലാദേശിന് വേണ്ടി ഒരു വരി പ്രമേയം പാസ്സാക്കൂ നിങ്ങൾ? ലോകത്തെ മനുഷ്യരുടെ പ്രശ്നം എല്ലാം ഒന്നാണല്ലോ. അതല്ലേ നിങ്ങൾ പറയുന്നത്? മനുഷ്യന്റെ പ്രശ്നം എല്ലായിടത്തും ഒന്നാണ്. അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ആഹാരം, അവന്റെ പാർപ്പിടം, അവന്റെ ജീവിതം എല്ലാം ഒന്നാണ്. അവന്റെ ഭൂമിയൊക്കെ ഒന്ന് തന്നെ. എല്ലാവരുടെയും പ്രശ്നം ഒന്നാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി ഒരു വരി പ്രമേയം? ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷം എന്ന് നിങ്ങൾ പറയണത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അപ്പൊ നിങ്ങൾക്ക് പിടിച്ചിരിക്കാലോ. ഒരു വരി പ്രമേയം നിങ്ങൾ പാസ്സാക്കൂ. ഈ കേരളത്തിലെ 20 MP-മാര് 19 അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയില് ഇല്ലേ, എല്ലാ ദിവസവും ലോകസഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ ഒരു വ്യവസായിക്ക് എന്തോ ഒരു കേസുണ്ട് എന്നും പറഞ്ഞ് ആ കേസിന്റെ പേരിൽ ദിവസങ്ങളോളമായി ലോകസഭ സ്തംഭിപ്പിക്കുന്ന ആളുകൾ. സംബാലിലേക്ക് ഭരണഘടനയുമായി പോകുന്ന ആളുകൾ, ഹാത്രസിലേക്ക് യാത്ര പോകുന്നവർ, കത്വയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നവർ, മണിപ്പൂരിലേക്ക് പോകുന്നവർ. എന്തുകൊണ്ട് ബംഗ്ലാദേശിനു വേണ്ടി? നാം ചോദിക്കുന്നത്, ഡൽഹിയിലെ പാർലമെന്റ് വളപ്പിലെ ആ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ ഒരു പ്ലക്കാർഡ് പിടിക്കാൻ, ബംഗ്ലാദേശിലെ ജനങ്ങളോട് ഐക്യപ്പെടുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്തേ ബംഗ്ലാദേശിന് വേണ്ടി നിങ്ങൾ സംസാരിക്കാത്തത്, ശബ്ദിക്കാത്തത്? കാരണം അവിടെ പീഡിപ്പിക്കപ്പെടുന്നവർ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടുപോയവരായതുകൊണ്ടാണ്. പറഞ്ഞു വന്നത്, ഇതേപോലുള്ള ചില ആളുകൾ, ഇവരാണ് നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രതികരണങ്ങളൊക്കെ സെലക്റ്റീവ് പ്രതികരണങ്ങളാണ്. ഇവിടെ മതം നോക്കിയാണ് പ്രതികരിക്കുന്നത്. ഇവിടെ ചില താല്പര്യങ്ങൾ നോക്കിയാണ് പ്രതികരിക്കുന്നത്. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന കുറെ കുഷ്മാണ്ടികളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. സാഹിത്യകാരന്മാര്, ബുദ്ധിജീവികള്, കലാകാരന്മാര്, എഴുത്തുകാര് എവിടെ പോയി? ഈ ബംഗ്ലാദേശിന് വേണ്ടി ഒരു വരി കവിത, ഒരു മെഴുകുതിരി, ഒരു ദീപം ഏതെങ്കിലും തെരുവോരത്ത് നിങ്ങൾ കൊളുത്തിയോ? നിങ്ങൾ കവിത പാടിയോ? നിങ്ങൾ പാലസ്തീന് വേണ്ടി പരിതപിച്ചിട്ടില്ലേ? ഇവിടെ ഹമാസിന്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ഹാലകുന്നില്ലേ? പാലസ്തീന് വേണ്ടി ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി സംഘടിപ്പിച്ചല്ലേ 14 ജില്ലകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി? പാലസ്തീന് വേണ്ടി നിങ്ങൾ ഇവിടെ പാട്ട കുലുക്കിയില്ലേ?
നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഐക്യദാർഢ്യ സമ്മേളനം ഡിവൈഎഫ്ഐ എവിടെയോ സമ്മേളനം നടത്തിയെന്ന് കേട്ടു, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ? ഞാൻ ഒന്നെണ്ണം അതിൽ കണ്ടു, ഇങ്ങനെ ശരിയാണെന്ന് അറിയില്ല. നടത്തിയെങ്കിൽ സന്തോഷം. അല്ല, അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ സ്വന്തം കാൽക്കീഴിലെ മണ്ണിങ്ങനെ പതുക്കെ പതുക്കെ ഒലിച്ചു പോകുന്നു എന്നൊരു ധാരണ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇവരെ നിലനിർത്തുന്നതും ഇവരെ ജയിപ്പിക്കുന്നതും മറ്റാരുമല്ലല്ലോ, ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്, ജനതയാണ്. ഇവിടത്തെ ഭൂരിപക്ഷമാണ് അവരെ ജയിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 90% ഹിന്ദുക്കളാണ്. അവരാണ് അവരുടെ വോട്ട് ബാങ്ക്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അത് ചോർന്നു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ചെറിയൊരു മാറ്റം, ആ മാറ്റത്തിന്റെ ആദ്യത്തെ സൂചനയാണ് നമ്മൾ കണ്ടത്. വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ആ ദുരന്തത്തിന്റെ ചിത്രങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ കണ്ട് ബോധിപ്പിക്കാൻ ഈ അനന്തപുരിയിൽ നിന്ന് ഒരു ബഹുമാന്യൻ അങ്ങ് വിമാനം കയറി ഡൽഹിയിലേക്ക് പോയി. നമ്മുടെ ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ നേരെ പോയി. വെറും കൈയോട് കൂടിയല്ല പോയത്, ഒരു സാധനം കക്ഷത്തിൽ വെച്ചോണ്ട് പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊണ്ടുപോയോ, അത് ഈ കാറൽ മാർക്സിന്റെ ജീവചരിത്രം മോദിയെ പഠിപ്പിക്കാൻ പ്രധാനമന്ത്രി അതൊന്ന് പഠിച്ചോട്ടെ. അതൊന്നും ആയിരുന്നില്ല. നേരെ കൊണ്ടുപോയത് നമ്മുടെ സാക്ഷാൽ നമ്മുടെ സ്വന്തം അനന്തപത്മനാഭന്റെ ഒരു ശില്പവുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിക്ക് അനന്തപത്മനാഭന്റെ ഒരു ശില്പം കൊടുത്തുവെങ്കിൽ അതൊരു മാറ്റത്തിന്റെ സൂചനയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിണറായിയെ പോലെ ഒരാളങ്ങനെ കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഈ അനന്തപത്മനാഭൻ ആരാ? മിത്ത്. ഗണപതി ആരാണ്? മിത്താണ്. അനന്തപത്മനാഭൻ ആരാണ്? മിത്താണ്. കൃഷ്ണൻ ആരാണ്? മിത്താണ്. ശിവൻ ആരാണ്? മിത്താണ്. നമുക്ക് മിത്തല്ല, നമുക്ക് മുത്താണ്. നമുക്ക് മിത്തല്ല, നമുക്ക് സ്വത്വമാണ്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അങ്ങനെ മിത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അനന്തപത്മനാഭന്റെ ശില്പവും കൊണ്ട് നിങ്ങൾ പോയെങ്കിൽ അതിലൊരു മെസ്സേജ് നിങ്ങൾ ഇവിടുത്തെ ചില ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കാര്യം വന്നു. ഈ വിജയദശമിയുടെ സമയത്ത് ഈ തവണ ദുർഗാഷ്ടമി ദിവസം അവധിയായിരുന്നില്ല. ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ബാക്കി എല്ലാവരും ആവശ്യപ്പെട്ടു ദുർഗാഷ്ടമി ദിവസം അവധി കൊടുക്കണം. വെറുതെ ഒരു എറിഞ്ഞു നോക്കിയതാ. മറ്റവർക്ക് ഇഷ്ടംപോലെ അവധി കിട്ടുമല്ലോ അല്ലേ? ഒരു ശനിയാഴ്ച ആണ് ഇപ്പൊ പെരുന്നാളെന്നുണ്ടെങ്കിൽ ഈ തെക്ക് ഭാഗത്തുള്ളവർ പറയും വെള്ളിയാഴ്ച ഞങ്ങൾ ചന്ദ്രനെ കണ്ടു എന്ന് പറയും, അപ്പൊ അവധി കിട്ടും. അപ്പൊ മലബാർ ഭാഗത്തുള്ളവർ പറയുമേ ഞങ്ങൾ ചന്ദ്രനെ കാണുന്നത് ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണെന്ന് പറയും, അപ്പൊ അവർക്ക് അവധി കൊടുക്കും. അപ്പൊ എല്ലാം കൂടി ഒരു അവധിയാണ് ഔദ്യോഗികമായിട്ടെങ്കിൽ 2-3 അവധി അവരെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചെടുക്കും. അതെല്ലാ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധ്യമല്ല. പക്ഷെ നമ്മളൊന്ന് എറിഞ്ഞു നോക്കി, മുഖ്യമന്ത്രി വീണു, കാരണഭൂതൻ വീണു, ദുർഗാഷ്ടമിക്ക് അവധി പ്രഖ്യാപിച്ചു. എനിക്കത് കേട്ടപ്പോ മുതലേ കോരിത്തരിക്കാൻ തുടങ്ങിയതാ. പിണറായി വിജയൻ ദുർഗാഷ്ടമിക്ക് അവധി പ്രഖ്യാപിച്ചു. മാറ്റമാണ്. മലപ്പുറത്തിന്റെ വിഷയം വന്ന സമയത്ത് മലപ്പുറം പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, വെറുതെ ഒന്നല്ല. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് എന്ത് നടക്കുന്നു മലപ്പുറത്തെ കുറിച്ച് പിന്നെ നിലനിൽക്കാൻ വേണ്ടി ഗതികേട് കൊണ്ട് ഒന്ന് വഴുതി പോയതാണ്. പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത 20 വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം രാജ്യമായി മാറാൻ പോകുന്നു എന്ന്. അച്യുതാനന്ദൻ വെറുതെ പറഞ്ഞതല്ല. അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ പിന്നെ പൊങ്ങിയിട്ടില്ല. കാരണം പറഞ്ഞത് ആർക്കെതിരെയാണെന്ന് അറിയാലോ. പണ്ട് ആന്റണി പറഞ്ഞു, ആന്റണിയുടെ ഭരിക്കുന്ന കാലത്ത് പറഞ്ഞു, 2003-ലോ 2004-ലോ ആന്റണി പറഞ്ഞു. എന്താ പറഞ്ഞത്? സംഘടിത മതന്യൂനപക്ഷങ്ങൾ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി
അനർഹമായി പലതും നേടിയെടുക്കുന്നുണ്ട്. അത് കാണുന്നവനാണ് ഞാൻ. ആ സത്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. പോയി ആന്റണി അതോടുകൂടി ഡൽഹിയിലേക്ക്. പിന്നെ ആന്റണി നിലം തൊട്ടിട്ടില്ല കേരളത്തിൽ. ഇപ്പൊ പിന്നെ ആർക്കും വേണ്ടാതെ വയ്യാതായി തിരുവനന്തപുരത്ത് എവിടെയോ ഒന്ന് താമസിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വിലയില്ല. കാലം കഴിഞ്ഞു ഇങ്ങോട്ട് വരാൻ. ന്യൂനപക്ഷത്തിനെതിരെ ശബ്ദിച്ചാൽ കേരളത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതിന്റെ സൂചനകൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിലൊരു സാഹിത്യകാരനുണ്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്തിനും ഏതിനും പ്രതികരണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു കഷ്ടി 2 മാസമായിട്ടുണ്ടോ ആളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. എന്താ സ്റ്റേറ്റ്മെന്റ്? അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ്. കേരള സാഹിത്യ അക്കാദമി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സംവിധാനമാണ്. കവി സച്ചിദാനന്ദൻ പത്രക്കുറിപ്പ് ഇറക്കി. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ എഴുത്ത് നിർത്തുന്നു. ഓ, ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല. ഓ, നമുക്ക് പറയാനുള്ള താങ്കളുടെ എഴുത്തും പ്രസംഗം എന്നേ നിർത്തേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വരി കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിർത്തുന്നത്? എത്ര എഴുതിയിട്ടും എത്ര പ്രസംഗിച്ചിട്ടും ജനങ്ങൾ നന്നാവുന്നില്ല. കുറ്റാർക്ക? നമുക്ക്. അങ്ങയുടെ എഴുത്തുകൊണ്ടും അങ്ങയുടെ പ്രസംഗം കൊണ്ടും ജനങ്ങൾ നന്നാവാത്തത് കൊണ്ട് ഇനി ഞാൻ എഴുത്തേ നിർത്തുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഇപ്പൊ സാഹിത്യ അക്കാദമി സ്ഥാനം ഒഴിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. ഔദ്യോഗികമായിട്ട് എന്തായാലും ഒഴിഞ്ഞ പോലെയാണ്. എവിടെ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ? എവിടെ സുനിൽ പി ഇളയിടത്തെ പോലെയുള്ള ആളുകൾ? എവിടെ വൈശാഖനെ പോലെയുള്ള ആളുകൾ? എവിടെ സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ആളുകൾ? സെബാസ്റ്റ്യൻ പോളിന്റെ മകനൊരിക്കൽ പറഞ്ഞില്ലേ, സെബാസ്റ്റ്യൻ പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ആരാണ് സെബാസ്റ്റ്യൻ പോളിനെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്? എന്റെ അച്ഛനെ. ആരാണ് പ്ലെയിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുള്ളത്? ഏതൊക്കെ ഹോട്ടലിലാണ് എന്റെ അച്ഛനെ താമസിപ്പിച്ചിട്ടുള്ളത്? എന്തൊക്കെ പാരിതോഷികങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മകനൊരിക്കൽ തുറന്നു പറഞ്ഞല്ലോ. ഇങ്ങനെ പലതിനും വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന ഭാരതത്തിലെ ഗവൺമെന്റിന്റെ വകയായി പത്മഭൂഷൺ ഉള്ളത് കൊണ്ട് കേരളത്തിലെ കുറെ പേരെ ഒന്ന് മോഹിപ്പിച്ച് നിർത്താൻ വേണ്ടി എന്താ കേരള പത്മശ്രീയോ എന്തോ പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കി സർക്കാർ അങ്ങനെ വച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ വേട്ടനായ്ക്കളെ ഇറച്ചി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഇങ്ങനെ പലതും ഭരിക്കുന്ന സർക്കാരിൽ നിന്നും ഇനി ഭരിക്കാൻ പോകുന്ന സർക്കാരിൽ നിന്നും കിട്ടുമെന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ അവര് ബംഗ്ലാദേശിലെ ജനങ്ങളെ കാണുന്നില്ല. അവർ മുനമ്പത്തെ ജനങ്ങളെ കാണുന്നില്ല. എവിടെയും കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ സമരം നടത്തുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലുന്ന നിങ്ങൾ എന്തേ മുനമ്പത്തേക്ക് വരാത്തത്? ഈ തിരുവനന്തപുരത്ത് ചെങ്കൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഹിന്ദു ഐക്യവേദി പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ സാഹിത്യ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ മുനമ്പത്തേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു വാഹനം ഏർപ്പാട് ചെയ്ത് AC വാഹനം ഏർപ്പാട് ചെയ്ത് നിങ്ങളെ മുനമ്പത്ത് കൊണ്ടുപോയി തിരിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ വരുമോ? ഒരു നയാ പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട. വരാൻ തയ്യാറുണ്ടോ നിങ്ങള്? എന്താ ബിജു കൊണ്ടേക്കൂടെ? റെഡിയാണ് നമ്മള്. തിരുവനന്തപുരം ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി പറയുകയാണ്, വരൂല. ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്നത് സെലക്റ്റീവ് പ്രതികരണങ്ങളാണ്. ഈ സെലക്റ്റീവ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പുതിയ നിയമം കേന്ദ്ര സർക്കാർ ഇവിടെ കൊണ്ടുവന്നപ്പോ യൂണിഫൈഡ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര്. കിരൺ റിജ്ജു ഇന്ത്യൻ പാർലമെന്റിൽ അത് അവതരിപ്പിച്ചു. അത് പാർലമെന്ററി സമിതിയുടെ മുൻപാകെ ഇരിക്കുകയാണ്. പല ചർച്ചകൾ നടന്നു. ഈ നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ ആ ബില്ല് പാസ്സാവേണ്ടതായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ എല്ലാം എതിർപ്പിന്റെയും ഇനിയും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെയും പശ്ചാത്തലത്തിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലേക്ക് ആ ബില്ല് മാറ്റിവെച്ചിരിക്കുകയാണ്.
അതിന്റെ തുടർ നടപടികൾ തുടരും. പഴയ ബില്ലിൽ നിന്ന് പുതിയ ബില്ലിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ വഖഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 വർഷം മുസ്ലിം ആയിരിക്കണം. 5 വർഷം മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ പുതിയ നിയമം പാസ്സായാൽ അവർക്ക് വഖഫ് ചെയ്യാൻ സാധിക്കൂ. മറ്റൊന്ന്, വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഭൂമിയെ വഖഫ് ചെയ്യാൻ കഴിയൂ. നേരത്തെ സ്വന്തം ഭൂമി അല്ലാതെയും വഖഫ് ചെയ്യാൻ കഴിയുമായിരുന്നു. വാടകയ്ക്കെടുത്ത ഭൂമി കൊടുക്കാം, ലീസിനെടുത്ത ഭൂമി കൊടുക്കാം. അങ്ങനെ വാടകയ്ക്കോ ലീസിനോ അല്ലെങ്കിൽ തന്റേതല്ലാത്ത ഭൂമിയോ വഖഫ് കൊടുക്കാൻ സാധ്യമല്ല. നേരത്തെ കൊടുക്കാം, എനിക്ക് വേണ്ടി പ്രഭാർജിയുടെ ഭൂമി വഖഫ് കൊടുക്കാം. ഞാൻ പറയാണ് പ്രഭാർജിയുടെ ഭൂമി വഖഫാണെന്ന്. പിന്നെ അത് വഖഫിന്റെ ഭൂമിയല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രഭാകർജിയുടെ എന്റെ അല്ല. പ്രഭാകർജി ട്രിബ്യൂണലിൽ പോയി കയറി ഇറങ്ങി നിരങ്ങണം. ഇതാണ് പഴയ നിയമം, മനസ്സിലായില്ലേ? അപ്പൊ ഇനി അത് പറ്റില്ല. പിന്നെ സ്ത്രീകളുടെ ഭൂമി സ്ത്രീകൾക്കേ ഇനി വഖഫ് കൊടുക്കാൻ പറ്റൂ. നേരത്തെ സ്ത്രീകളുടെ ഭൂമി പുരുഷന് വഖഫ് കൊടുക്കാമായിരുന്നു. ഭാര്യയുടെ ഭൂമിയോ അമ്മയുടെ ഭൂമിയോ സഹോദരിയുടെ ഭൂമിയോ പുരുഷന് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇനി പുതിയ നിയമത്തിൽ അത് മാറുകയാണ്. സ്ത്രീകളുടെ ഭൂമി, അവരുടെ ഭൂമി അവർക്ക് വഖഫ് കൊടുക്കാം. മറ്റൊന്ന്, ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്തിരുന്നത് ഈ വഖഫ് ബോർഡ് നിശ്ചയിക്കുന്ന ട്രിബ്യൂണലിന്റെ കീഴിലുള്ള സർവേയർമാരായിരുന്നുവെങ്കിൽ ഇനി മുതൽ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്യാൻ വേണ്ടി ജില്ലാ കളക്ടർമാർ നിയോഗിക്കുന്ന സർവേയർമാരാണ് ഇനി മുതൽ ഈ ഭൂമികൾ സർവേ ചെയ്യേണ്ടത്. ഇതുവരെ വഖഫ് ബോർഡിൽ ഇസ്ലാം മതത്തിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ വഖഫ് ബോർഡിൽ അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പുതിയ നിയമത്തിൽ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ബാക്കിയുള്ളവരെ കൂടെ വഖഫ് ബോർഡിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അതില് ഷിയകളുണ്ട്, അതില് മുഹമ്മദീയരുണ്ട്, അവരുടെ അവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പൊ സുന്നികൾക്ക് മാത്രമുണ്ടായിരുന്ന ആധിപത്യം ഇല്ലാതാവാൻ പോകുന്നു. ഇതുവരെ വഖഫ് ബോർഡിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അവിടേക്ക് 2 സ്ത്രീകളും കൂടെ കടന്നു വരികയാണ്. വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ 2 സ്ത്രീകൾ വേണം. ഇതുവരെ വഖഫ് ബോർഡിൽ ഇസ്ലാം സമൂഹത്തിൽ നിന്നുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇനി മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് 2 പേരെ കൂടെ ഉൾപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് 2 പേർ, സ്ത്രീകളിൽ നിന്ന് 2 പേർ, ഇസ്ലാം സമൂഹത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇനി മുതൽ വഖഫിൽ ഉണ്ടാകാൻ പോവുകയാണ്. വഖഫ് സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ഇതുവരെ ഒരു രജിസ്റ്റർ ഇല്ല കൃത്യമായി. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പറയുന്നു, ഇത് പരിഹരിക്കാൻ സെൻട്രൽ പോർട്ടൽ ഉണ്ടാക്കും. വഖഫ് സ്വത്തുക്കൾ ഇനി മുതൽ ഇതിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാക്കും. ആരുടെയെങ്കിലും ഭൂമി വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷം അയാളെ മുൻകൂട്ടി വിവരം അറിയിച്ച് കേൾക്കാനുള്ള വാദമുഖങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഭൂമി ഇനി വഖഫ് ചെയ്യാൻ സാധ്യമാകൂ. ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തർക്കത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ, തർക്കമുണ്ടായാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെ ഈ നെഹ്റു കൊണ്ടുവന്ന നിയമവും ഭേദഗതി ചെയ്ത നിയമത്തിലും ട്രിബ്യൂണലിനാണ് അധികാരം. അവരാണ് തീരുമാനിക്കുക, കോടതികൾക്ക് അധികാരമില്ല. പുതിയ നിയമത്തിൽ അത് മാറുകയാണ്. ഇനി ഇന്ത്യൻ കോടതികളുടെ കീഴിലേക്ക് ഈ നിയമം കടന്നു വരികയാണ്. ഇന്ത്യൻ കോടതികൾ തീരുമാനിക്കും. ഇതിൽ അപ്പീൽ കൊടുക്കാൻ 90 ദിവസത്തെ സാവകാശം ലഭിക്കും. നേരത്തെ അതുണ്ടായിരുന്നില്ല. വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എന്ന് പറയുന്നയാള്, ട്രസ്റ്റി, അവരുടെ ഒരു പേരാണ് മുത്തവല്ലി, ഇതെല്ലാം സൂക്ഷിക്കുന്നയാള്. ആ മുത്തവല്ലി ഇനി ചെയ്യേണ്ടത് എല്ലാ മാസവും കൃത്യമായ കണക്ക് കൊടുക്കണം, എല്ലാ വർഷവും കൃത്യമായ കണക്ക് കൊടുക്കണം. ഭൂമിയെ സംബന്ധിച്ച് എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കാൻ ക്രിമിനൽ നിയമം, അതായത് ക്രിമിനൽ അധികാരം ഇനി ജില്ലാ കളക്ടറിലേക്ക് വരികയാണ്. ഇതുവരെ ജില്ലാ കളക്ടർ ഒന്നുമല്ല.
ഇവിടെ രജിസ്ട്രാർ ആണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ ട്രിബ്യൂണലിന്റെ മുന്നിൽ പോയി നിൽക്കണം. ഇവർ കെട്ടും കടക്കയും ഒക്കെ എടുത്ത രേഖകളുമായി ട്രിബ്യൂണലിന്റെ മുമ്പിലേക്ക് പോകണം. ഇനി അത് മാറുന്നു, അവർ രേഖകളുമായി ഇങ്ങോട്ടേക്ക് വരണം. മനസ്സിലായില്ലേ? സർക്കാർ നിശ്ചയിക്കുന്ന ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് ഇനി അവർ വരണം. അങ്ങോട്ട് പോകുന്ന പരിപാടി അവസാനിക്കുകയാണ്. വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് സംശയം തോന്നിയാൽ പരിശോധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഇന്ത്യൻ കോടതികൾക്കും അന്വേഷണം നടത്താനുള്ള അധികാരം ജില്ലാ കളക്ടറിലേക്കുമാക്കുകയാണ്. നാം ചോദിക്കുന്നത്, ഇതിലെന്താണ് ഒരു മതപരമായ പ്രശ്നം? ഇതിലെന്തെങ്കിലും മതത്തിന്റെ അംശമുണ്ടോ? ഇതൊരു മതേതരത്വമാണെന്ന്. ഇതല്ലേ യഥാർത്ഥ മതേതരത്വം? ഈ മതേതരത്വത്തെയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത്. പക്ഷെ ഇതൊന്നും നോക്കിക്കാണാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ 140 MLA-മാരാണ് ഈ നിയമത്തെക്കുറിച്ച് ഒരു പഠനവും നടത്താതെ, കൃത്യമായി മനസ്സിലാക്കാതെ അവർ പ്രമേയം പാസാക്കിയത്. ഇവിടെ CAA നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നമ്മൾ കണ്ടു. അതിന്റെ പേരിൽ എന്തെല്ലാം പഴികൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. ഏതൊക്കെ നേതാക്കന്മാർ എന്തൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചത്. നാളെ മുതൽ വലിയ വലിയ വണ്ടികൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും, മുസ്ലിം ജനസാമാന്യം താമസിക്കുന്ന സ്ഥലത്ത്. എന്നിട്ട് നിങ്ങളെ ഓരോരുത്തരെയായി വണ്ടിയിൽ കയറ്റും. എന്നിട്ട് നിങ്ങളെ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങളെ നാട് കടത്തും. ഈ CAA നിയമം വന്നിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്, ഒരു സഹോദരിക്ക് നാട് കടത്തപ്പെടേണ്ട അവസരം ഉണ്ടായോ? നിങ്ങൾ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഒക്കെയുള്ള അവശതയും യാതനയും വേദനയും അനുഭവിക്കുന്ന ആളുകൾ, അവിടുത്തെ ന്യൂനപക്ഷം മതപീഡനത്തിന്റെ പേരിൽ ഇങ്ങോട്ട് കടന്നു വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു നിയമം. അത് ഇസ്ലാമിനെ ബാധിക്കുന്നില്ല, ഒരു മുസ്ലിമിനെയും ബാധിക്കുന്നില്ല. ആ നിയമത്തെയാണ് നിങ്ങൾ വളച്ചൊടിച്ച് ഇവിടെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തിയത്. ഇതുവരെയായിട്ടും ഒരു മുസ്ലിമിന് പോലും ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും അതിനനുസരിച്ചിട്ടാണ്. ഇവിടെ 370 വകുപ്പ് റദ്ദ് ചെയ്യുന്ന നിയമം കൊണ്ടുവന്നു, ഇവിടെ മുത്തലാഖിന്റെ നിയമം കൊണ്ടുവന്നു, ഇവിടെ CAA നിയമം കൊണ്ടുവന്നു, ഇവിടെ വഖഫ് നിയമം വരാൻ പോകുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങളാണ് ഇവിടെ തിരുത്തപ്പെടുന്നത്. പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മറ്റൊരു കാര്യത്തിലേക്ക് രാജ്യം നീങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്തു വന്നാലും എന്തിനും ഏതിനും ഈ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൻ പുറത്ത്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ഒരു കാര്യത്തെക്കുറിച്ചും ഇവര് മനസ്സിലാക്കത്തില്ല. VD സതീശനെതിരായി KM ഷാജി ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. മുൻപത്തെ ഭൂമി വഖഫിന്റെ ഭൂമിയാണ്, അത് ഞങ്ങൾ സംരക്ഷിച്ചോളാം. മനോഭാവം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കയ്യിലിരിപ്പ് എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. VD സതീശൻ അതല്ല, അതിലപ്പുറം കിട്ടണം, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ഇത് മതത്തിന്റെ വിഷയമല്ല എന്ന് നാം പറയുമ്പോൾ, ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ, ഒരു മതത്തെ ചുറ്റിപ്പറ്റി ഒരു മതത്തിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇത്തരം ജനജാഗ്രതാ സദസ്സുകൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം അത് ഈ രാജ്യത്തെ മുടിപ്പിച്ചിട്ടേ പോകും. ഈ രാജ്യത്തെ ഇന്ന് ഈ നിലയിലാക്കി തീർത്തതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അവരാണ് ഈ രാജ്യത്തെ ഇങ്ങനെയാക്കി തീർത്തത്. പഴയ കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണം, അനുഭവം അതാണ് നമ്മുടെ മുൻപിലുള്ളത്. 1885
ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നത്. ആരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് നിങ്ങൾക്കറിയോ? അറിയോ? മഹാത്മാഗാന്ധിയാ? ചെല്ലു വിചാരിച്ചിരിക്കുന്ന ഗാന്ധി എന്നാണ്. അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയത് അലൻ ഒക്ടോവിയൻ ഹ്യൂ, എയോ ഹ്യൂ എന്ന് പേരുള്ള ഒരു സായിപ്പാണ്. അപ്പൊ ഇന്ത്യയില് ഒരു പ്രസ്ഥാനം, ഒരു സായിപ്പ് എങ്ങനെ ആരംഭിച്ചു? ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടന് എതിരായി ഭാരതത്തിൽ നുരഞ്ഞു പൊങ്ങിയിരുന്ന ദേശീയമായ വികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി പിരിച്ചുവിടാൻ ഒരു സേഫ്റ്റി വാൽവ് എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരംഭം ഉണ്ടാവുന്നത്. പക്ഷേ ഈ അലൻ ഒക്ടോവിയൻ ഹ്യൂമിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 10-40 കൊല്ലമായിട്ട് നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. കാരണം കാണാവുന്ന തരത്തിൽ ആ പടം എങ്ങും ഇല്ല, എവിടെയും പ്രദർശിപ്പിച്ചതായി നാം കണ്ടിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ, അവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ, വെറുതെ ഒരു സൗഹൃദ സന്ദർശനം നിങ്ങൾ ആ കോൺഗ്രസ് ഓഫീസിലേക്കൊന്ന് നടത്തുക. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക, ഈ പടച്ച തമ്പുരാൻ പിതാവ് പടം അവിടെ ഉണ്ടോ? ഒന്ന് അന്വേഷിക്കും. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പൊ കോൺഗ്രസ്സുകാർ ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കും, വേണമെങ്കിൽ അവർക്കറിയണ്ടാവില്ല. ഞാൻ പറയുന്നത്, ജനിപ്പിച്ച പിതാവിനെ മറന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മാർക്സ് ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടോ? അല്ലേ? ഒരു കാലത്ത് മാർക്സിന്റെ ചിത്രങ്ങൾ എവിടെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാർക്സിനെ വരെ അവർ മദനിയെ വരച്ചു തുടങ്ങി. കാരണം മദനിയും മാർക്സ് ഏതാണ്ട് ഒരേപോലെയാ. താടി വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, തൊപ്പി മാത്രം മാറ്റിയാൽ മതി. അതിടക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും മാർക്സ് ഉണ്ട്. ശ്യാമപ്രസാദ് മുഖർജി ഇല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടോ? നിങ്ങൾ BJP പ്രവർത്തകരുടെ വീടുകളിൽ, BJP ഓഫീസുകളിൽ പോയി നോക്ക്, അവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചിത്രം കാണാം. ഡോക്ടർ അഡ്ഗേവാറില്ലാതെ RSS ഉണ്ടോ? 100 വർഷമാവാൻ പോകുന്നു. കണ്ടിട്ട് കൂടിയില്ല നമ്മൾ, കേട്ടറിവേ ഉള്ളൂ, വായിച്ചറിവേ ഉള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ പോയി നോക്കിയാൽ അവിടെ ഒരു ഡോക്ടർ അഡ്ഗേവാറിന്റെ ചിത്രം ഉണ്ടാവും, എവിടെയെങ്കിലും മൂലക്കിലെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ പേഴ്സിലെങ്കിലും ഡോക്ടർ അഡ്ഗേവാറിന്റെ ചിത്രം കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യാലയങ്ങളിൽ പോയാൽ അവിടെ ഡോക്ടർ അഡ്ഗേവാറിന്റെ ചിത്രം ഉണ്ടാവും. കാരണം അദ്ദേഹമാണ് അടിസ്ഥാനം, അദ്ദേഹമാണ് തുടങ്ങിയത്. ഇതെല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണല്ലോ. ഓരോ പ്രസ്ഥാനവും നട്ടു വളർത്തുന്ന ആളുകൾ, അതിന്റെ പിതാമഹന്മാർ, അവർക്കൊരു വിലയും നിലയുമുണ്ട്. അങ്ങനെ ഒരു നിലയും വിലയും കൊടുക്കാത്തൊരു പാർട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുണ്ട്, ആവശ്യം വരുന്ന സമയത്ത് മാത്രം. ഇന്ദിരാഗാന്ധിയുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജീവ് ഗാന്ധിയുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, പ്രിയങ്കയുടെ മക്കളുണ്ട്, വാദ്രയുണ്ട്, ഗീത്രയുണ്ട്, അങ്ങനെ എങ്ങനെ 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 കുറെ ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങൾ മറന്നു. നിങ്ങൾക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ല. പട്ടേലിനെ നിങ്ങൾ മറന്നു. നിങ്ങൾക്ക് ലോകമാന്യ തിലകനില്ല. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്നും ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് ഒരു ചാട്ടുളിയെ പോലെ കടന്നു വന്ന തിലകനെ നിങ്ങൾ ഉപേക്ഷിച്ചു. മഹർഷി അരവിന്ദ മഹായോഗിയെ നിങ്ങൾ വിട്ടുകളഞ്ഞു. ലാലാ ലജ്പത് റായ് എന്നുള്ള പേര് പോലും നിങ്ങൾ ഉച്ചരിക്കുന്നത് കാണുന്നില്ല. സരോജിനി നായിഡു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ എത്രയോ എത്രയോ മഹാത്മാക്കൾ ഉള്ള ഒരു പ്രസ്ഥാനം, അവരെയെല്ലാം പടിയടച്ച്, പിണ്ണം വച്ച്, ചാണക വെള്ളം വലിച്ച്, അവരെയെല്ലാം മൂലക്കിരുത്തി ഇന്ന് കാണുന്ന കുറെ നേതാക്കന്മാരെയും കൊണ്ടു നടക്കുന്ന കുറെ ഘടകധാരികൾ, അവരാണ് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്.
നിങ്ങൾ ഗതി പിടിക്കില്ല, നിങ്ങൾ ഗുണം പിടിക്കില്ല, കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ഇവിടെ ചില നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. 1947 ഭാരതത്തെ വെട്ടിമുറിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒപ്പം നിന്നത് ആരാണ്? ബ്രിട്ടീഷുകാര്. കൂടെ കിടന്നത് ആരാണ്? മുസ്ലിം ലീഗ്. വെള്ളമൊഴിച്ചു കൊടുത്തത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. എല്ലാവരും കൂടെ ഭാരതത്തെ വെട്ടിമുറിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മനസ്സിലായി ഈ സ്ഥാപനം അത്ര ശരിയല്ലെന്ന്. അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിരയാണ്. ആ ചത്ത കുതിരയെ അതിന് മുതിര കൊടുത്ത്, അതിനെ ജീവിപ്പിച്ച്, അതിന് തേജസ്സൊക്കെ കൊടുത്ത്, അതിനെടുത്ത് തോളത്തേറ്റി, അതിനെടുത്ത് വേണ്ടാത്തിടത്തൊക്കെ വച്ച് അങ്ങനെ കൊണ്ട് നടന്ന് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന ചില ഗോസായിമാരെ വിജയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണം, ഞങ്ങൾ തീരുമാനിക്കും. പാണക്കാട്ടെ തങ്ങൾ കുടുംബം തീരുമാനിക്കും. ഞങ്ങളാണ് അധികാരികൾ, ഞങ്ങളാണ് മതേതരന്മാർ. ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി ഏത്? മുസ്ലിം ലീഗ്. അങ്ങനെ വീൺപളക്കി നടക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടുചെന്നെത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷം കിട്ടിയതിന് നമുക്ക് അത്ഭുതമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് 5 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയത് നമുക്ക് അത്ഭുതമില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൽപ്പറ്റയും അതേപോലെ ബത്തേരിയും മാനന്തവാടിയും ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ. തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കുറച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, അതേപോലെ ഹിന്ദുവും. പിന്നൊരു 3 എണ്ണമുണ്ട്. 7 എണ്ണാണല്ലോ, 7 നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ ഒരു ലോകസഭയിൽ. ആ 3 എണ്ണം ഞമ്മന്റെ ജില്ലയിലാണ്. ആ ഞമ്മന്റെ ജില്ലയിലുള്ള ഈ 3 എണ്ണമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ ബഹുഭൂരിപക്ഷം ഞമ്മളാണ്. കാരണം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു വച്ചിരിക്കല്ലേ. മോദി ഇനി അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇനിയിപ്പോ ഇന്ത്യ ഉണ്ടാവില്ല, ഭരണഘടന ഉണ്ടാവില്ല, ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം ഉണ്ടാവില്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പേ ഉണ്ടാവില്ല, ഇവിടെ ഏകാധിപത്യമാണ് ഇനി വരാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് പ്രചരണം നടത്തി പാവങ്ങളെ പറ്റിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷെ അത് പറ്റിപ്പായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട്, അതുകൊണ്ട് അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേ ജനം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കണക്ക് വീട്ടി. ആ കണക്ക് വീട്ടിയതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് ഹരിയാനയിലുണ്ട്, അത് മഹാരാഷ്ട്രയിലുണ്ട്, അത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള, കാശ്മീരിൽ അത് കാണാം, ജാർഖണ്ഡിൽ അത് കാണാം, വിവിധ സംസ്ഥാനങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനത്തിന് കൃത്യമായി കാര്യം മനസ്സിലായി. ഞങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ സംഘടിത മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആരാണ് ഇവിടെ സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നത്? ആർക്കു വേണ്ടി? ലക്ഷദ്വീപിലെ മുസ്ലിം ജനസമൂഹം മാത്രം താമസിക്കുന്ന ആ ദ്വീപിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. ആ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ലക്ഷദ്വീപിന് വേണ്ടി ST വിഭാഗത്തിന് കൊടുക്കുന്ന പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ്? മുസ്ലിങ്ങളും ST വിഭാഗവും തമ്മിൽ എന്ത് ബന്ധം? പട്ടികവർഗ വിഭാഗം. ജാർഖണ്ഡിൽ 28 നിയമസഭാ മണ്ഡലങ്ങൾ പട്ടികവർഗ വിഭാഗത്തിന്റേതാണ്. വയനാട്ടിൽ പോയാൽ നമുക്ക് അവരെ കാണാം. അവിടെ കുറുമരുണ്ട്, കുറിച്ചരുണ്ട്, പണിയരുണ്ട്. അട്ടപ്പാടിയിൽ അഗളിയിൽ പോയാൽ അവരെ കാണും. കൂരകളിൽ താമസിക്കുന്നവർ, ദേശീയ ധാരയുടെ പിന്നാമ്പുറത്തേക്ക് ഒറ്റപ്പെട്ടു പോയ ആളുകൾ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭരണഘടനാദത്തമായി ഭരണഘടനാ ശില്പികൾ കൊടുത്തിട്ടുള്ള അത്തരം സംവരണങ്ങൾ എന്തിനാണ് ലക്ഷദ്വീപിലെ ഒരു മതവിഭാഗത്തിന് മാത്രമായി കൊടുക്കുന്നത്? ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? അലിഗഡ് സർവകലാശാലയിൽ 50% സീറ്റുകൾ ഒരു മതത്തിനു വേണ്ടി മാറ്റിവെച്ചത് ആരാണ്? ഈ രാജ്യത്തിന്റെ
രാജ്യവിഭവത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച മുൻ പ്രധാനമന്ത്രി ജീവിച്ചിരിക്കുന്ന നാടാണ് ഭാരതം. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. 3000-ഓളം വരുന്ന സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് ആരാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? കോടതികൾക്ക് മിണ്ടാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ദേശീയ സംഘടനകളെയും നേതാക്കന്മാരെയും നിരോധിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത ആ പ്രസ്ഥാനം ഏതാണ്? ഇന്നേ വരെ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന സമീപനം ദേശീയ മാനബിന്ദുക്കളോട് എന്താണ് സമീപനം? രാമൻ ജനിച്ചിട്ടില്ലെന്ന് നിങ്ങൾ സത്യവാങ്മൂലം കൊടുത്തില്ലേ? പൂന്താനം ജനിച്ചതിന് തെളിവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ ആരെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വന്തം അസ്തിത്വത്തെ മറന്നുകൊണ്ട് ചില ആളുകളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിന്റെ സോപാനത്തിൽ അടയിരിക്കുന്ന, ഇപ്പൊ പോയി കേട്ടോ, ഇനി അടയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അടയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം, അതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തെ നാം കണക്കിലെടുക്കണം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജനജാഗ്രതാ സദസ്സ് ഒരു മതത്തിനെതിരല്ല, ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. നമ്മൾ എതിർക്കുന്ന ധാരാളം ശക്തികൾ ഇവിടെ ഉണ്ട്. ഒരു നേതാവ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അസ്ത്രമൊക്കെ തൊടുത്തു വെച്ചിട്ടുണ്ട്, അസ്ത്രമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളത് ഏത് സമയത്തും ഞങ്ങൾ തൊടുത്തു വിടാൻ തയ്യാറാണ്, അസ്ത്രമൊക്കെ റെഡിയാണ്, ഇനി എപ്പോ വിടണം, എങ്ങോട്ട് വിടണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്നാണ് ആള് പറഞ്ഞത്. ആൾക്കിപ്പോ വലിയൊരു വിലയൊന്നും കാണുന്നില്ല. ഇടയ്ക്കൊക്കെ ചർച്ചയിൽ വന്നിരുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആർക്കെതിരെയാണ് ഈ അസ്ത്രം? നമുക്കെതിരെയാ, വേറെ ആർക്കെതിരെയല്ല. ഈ തുമ്പില്ലാത്ത അസ്ത്രമായിട്ട് നമ്മെ പേടിപ്പിക്കാൻ വരിക. തുമ്പില്ലാത്തത് എന്തിനു? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടവെട്ടിയ പഴശ്ശിത്തമ്പുരാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കുടിലുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ കടന്നു ചെന്നാൽ, അവിടെ പോയാൽ പ്രഭാർജിക്കറിയാം, പ്രഭാർജി പോയിട്ടുണ്ട്, പ്രഭാർജി ഒരിക്കലും അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് അവരുടെ അമ്പും വില്ലെടുത്ത് നിൽക്കുന്നത് നമ്മുടെ പ്രഭാർജിക്ക് വയനാട് ജില്ലയുടെ ചാർജ് ഉള്ള സമയത്ത് അല്ലെ, ബിജു ഓർമ്മയല്ലേ? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു. ആ അമ്പുണ്ടല്ലോ, അത് തൊടുത്താൽ ആരെയാണ് തൊടുക്കുന്നത് അവന്റെ ഹൃദയം മാറിടം പിളർന്നു പോകും. നല്ല തുമ്പുള്ള അമ്പാണ്. ആ അമ്പുള്ള ആൾക്കാരാണ് നിങ്ങൾ പറയുന്നത്. തുമ്പില്ലാത്ത അമ്പുമായിട്ട്, തേയ്മാനം വന്ന അമ്പുമായിട്ട് ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. ലോകം കണ്ട വില്ലാളി വീരനായ അർജുനന്റെ പിന്മുറക്കാരോട്, ഏകലവ്യന്റെ പിന്മുറക്കാരോട് 1 തൊടുത്താൽ 10ആയും, 10 തൊടുത്താൽ 100ആയും, 100 തൊടുത്താൽ 1000ആയും പോകുന്ന അമ്പുകൾ എയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള ആളുകളെ പേടിപ്പിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങൾ അതൊന്നും കണ്ട് പേടിക്കത്തില്ല. ചിലര് പറഞ്ഞു 2047 ആവുമ്പോ ഞങ്ങൾ ഇപ്പൊ ഭരിക്കും. 2047 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാവേ. ഞങ്ങൾ ഭരിക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റേ കുന്തിരിക്കൊക്കെ കരുതി വെച്ചോ, പിന്നെന്തോന്നാ സാമ്പ്രാണിയോ മറ്റേ എന്തൊക്കെ കരുതി വെച്ചോ, നിങ്ങളതൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നോ, ഞങ്ങളങ്ങ് പോവാത്ര ഡൽഹിക്ക് ഭരിക്കാൻ. ഞാൻ 5 ദിവസം മുമ്പ് വയനാട്ടിലൂടെ പോയപ്പോ മാനന്തവാടിയിൽ വൈകുന്നേരം അവിടെ ഒരു പൊതുയോഗം, ഡിസംബർ 6-ാം തീയതി. ഡിസംബർ 6 മാറിയിട്ടില്ല ഇപ്പോഴും. അപ്പൊ പൊതുയോഗം സംഘടിപ്പിക്കുന്ന SDPI ഈ മാനന്തവാടി കുറച്ച് പരിചയമൊക്കെയുള്ള സ്ഥലം കൂടിയിട്ടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ കടന്നു ചെന്നപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാൻ അല്പം വഴിമാറിപ്പോയി, കാരണം ജീവനിൽ ഇത്തിരി പേടിയുണ്ട്. പക്ഷെ അവിടെ ഒരാളെന്ന് പ്രസംഗിക്കുകയാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ തീഹാർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പഹയന്മാരെ കൊണ്ടുപോയത് തീഹാർ ജയിലിലേക്കാണെന്നും അവരവിടെയാണ് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഏതൊക്കെ ജയിലിലാണ് ഉള്ളതെന്ന് വിചാരിച്ചത്.
ഞങ്ങളുടെ നേതാക്കന്മാർ തീഹാർ ജയിലിൽ കിടക്കുന്നു എന്ന് അവർ പ്രസംഗിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ എളുപ്പമായില്ലേ കാര്യങ്ങള്. തീഹാർ ജയിലിന്റെ തൊട്ടപ്പുറത്താണ് ഈ നമ്മുടെ പാർലമെന്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഭരണം കിട്ടുമ്പോ നേരെ അങ്ങോട്ട് കടന്നാ പോരെ. ഭരിക്കാൻ എത്ര എളുപ്പം. ഇവര് വിചാരിച്ചിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ കാരണഭൂതന്മാരും എല്ലാവരും കൂടെയൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു വന്ന് വിലസാമെന്നാണ്. മോനെ ദിനേശ, നടക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിലെ ഈ യൂനുസ് കുഞ്ഞ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഹസീന സർക്കാരിന്റെ കാലത്ത് കൊടും ക്രിമിനലുകളായ 1500ഓളം പേര് ജയിലിലായിരുന്നു. ഈ സർക്കാർ വന്നപ്പോൾ ആ 1500 പേരെയും തുറന്നുവിട്ട്, ആലോചിച്ച് നോക്ക്, കൊടും ക്രിമിനലുകളായ 1500-ൽ പരം തടവുപുള്ളികളെ തുറന്നുവിട്ട് ആ തടവുപുള്ളികളാണെന്ന് ബംഗ്ലാദേശിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പുറത്തു വരാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ. ജനങ്ങള് പിന്തുണ ഉണ്ടെങ്കിൽ ആർക്കും ഭരിക്കാലോ. നമ്മൾ ജനാധിപത്യ സംവിധാനമാണ്. നിങ്ങൾ വോട്ട് വാങ്ങി ഭരിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം വ്യാമോഹങ്ങൾ. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കാന്ന്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാന്ന്. ഇവിടെ ജാതി വേണ്ടെന്ന്, ഇവിടെ മതം വേണ്ടെന്ന്, ഇവിടെ വർഗം വേണ്ടെന്ന്, ഇവിടെ വർണ്ണം വേണ്ടെന്ന്, മനുഷ്യരൊന്നാണെന്ന്. ഇതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത്. മതം ഏതുമാവട്ടെ, എന്താണ് ഉണ്ടാവേണ്ടത്? മനുഷ്യൻ നന്നാവണം. ആ മനുഷ്യൻ നന്നാവണം എന്ന് മാത്രമാണ് നമുക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത്. മനുഷ്യനാണെങ്കിൽ നിങ്ങൾ നന്നാവൂ. നമുക്ക് ഒരുമിച്ച് ഭാരതത്തെ മുന്നോട്ട് നയിക്കാം. നിങ്ങളിവിടെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമത്തിന്റെ പരിരക്ഷയില് ഇവിടുത്തെ ചില ആളുകളെ അങ്ങ് ഒറ്റടിക്ക് മൂക്കിൽ വലിച്ചു കയറ്റിക്കളയാം, അല്ലെങ്കിൽ അവരെ അങ്ങ് കീഴ്പ്പെടുത്തിക്കളയാം, അവരുടെ ഭൂമിയെല്ലാം കൈക്കലാക്കാം എന്നൊക്കെ വിചാരിച്ച നടക്കില്ല. 10 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ വഖഫ് ബോർഡിന്റെ കയ്യിലുള്ളത്. 10 ലക്ഷം ഏക്കറെ ആലോചിച്ച് നോക്കിയാൽ. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ 3ാമത്തെ സ്ഥാനമാണിത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഭൂമിയുള്ളത് റെയിൽവേക്കും പ്രതിരോധ സേനയ്ക്കുമാണ്, പ്രതിരോധ വകുപ്പിനാണ്. 3ാമതാണ് ഈ വഖഫ്. ഈ ദൈവത്തിന് ഇഷ്ടദാനം കൊടുക്കുന്നു എന്നുള്ള പേരിൽ പാവപ്പെട്ട ആളുകളുടെ ഭൂമിയെല്ലാം കൈപ്പിടിയിലാക്കി, അതിനൊരു വ്യവസ്ഥയില്ല, അതിനൊരു വെള്ളിയാഴ്ചയില്ല. ആ ഭൂമി പിന്നെ മറച്ചു വിൽക്കുന്നു, ആ ഭൂമിയിൽ കച്ചവടം നടത്തുന്നു, അവിടെ കെട്ടിടം ഉണ്ടാക്കുന്നു, അതിന് വാടക മേടിക്കുന്നു, അതിന്റെ പേരിൽ തടിച്ചു കൊഴുക്കുന്നു, അതിൽ ഭൂമി ഇടപാടുകൾ നടത്തുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. അതൊക്കെയാണ് പുതിയ നിയമത്തിൽ മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ അതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ആ നിയമത്തെ സർവാത്മന നമുക്ക് സ്വാഗതം ചെയ്യാം. കേന്ദ്ര സർക്കാരിന്റെ ആ നിയമം പാസ്സാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു പടി കൂടെ കടന്ന് പറയാനുള്ളത്, ഈ നിയമം പാസ്സാക്കിയാലും അടുത്ത ഘട്ടത്തിൽ ഈ വഖഫ് എന്ന് പറയുന്ന സാധനം തന്നെ റദ്ദ് ചെയ്ത് കളയണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പൊ തൽക്കാലം നിയമമൊക്കെ പാസ്സാക്കി പുതിയ നിയമമൊക്കെ വരട്ടെ. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയട്ടെ. അല്പസമയം ഈ വിഷയവുമായി നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ശ്രീജിത്ത് ചെങ്കലിനെ ക്ഷണിച്ചുള്ളൂ. നമസ്തേ. ഹിന്ദു ഐക്യവേദി ചെങ്കൽ പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ച
ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്ത ഹരിദാസ് ജി, സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ജി, സംഘടനാ സെക്രട്ടറി പ്രഭാകർ ജി, സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികൾക്കും ഇത്രയും സമയം ഇതെല്ലാം ഇവിടെ ശ്രമിച്ചിരുന്ന സംഘപരിവാർ ബന്ധുക്കൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ശാന്തി മന്ത്രം. सन्तु सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्तिः. शुक्लां ब्रह्म विजारसारपरमां आद्यां जगद्व्यापिनीं लीलापुस्तकधारिणी अभयदां शाद्यान्धकरापहां हस्ते परमेश्वरी भगवती बुद्धिप्रदां शारदाम्. ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയാൻ വേണ്ടി ഹിന്ദു ഐക്യവേദി ചെങ്കൽ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി